അസ്സലാമലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അല്ലാതെ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് സോസേജ് കൊണ്ടിന്ന് ലോലിപോപ്പ് ഉണ്ടാക്കട്ടെ. എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് ഓരോന്നെടുത്തിട്ട് ഞാൻ നടു കട്ട് ചെയ്തിട്ടാണ് അതിന് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഇനി അതിലേക്ക് ബ്രെഡിൻ്റെ പൊടിയാണിത് ചേർക്കാനുള്ളത്. നമ്മളതിൽ ഇനി മൈദ ഇതൊക്കെ പാടെ ഇട്ടിട്ട് നമുക്ക് അതിന് ഒരു കൂട്ടുണ്ടാക്കണം. അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അതിലേക്ക് ഒരു പാത്രം മൈദ ഞാൻ എടുക്കാം, ചെറിയൊരു പാത്രത്തിനാണ്. ഇനി ഒരു മുട്ട നമുക്ക് അധികം പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇത്. കാരണം ഇങ്ങനെ ലോലിപോപ്പാക്കി തിന്നാലോ. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ സംഭവം. നമുക്ക് ഒരു സ്പൂണ് കുരുമുളകും പൊടി ഇടണം. അതിലേക്ക് ഒരു അര സ്പൂണ് മാറ്റി പിന്നെ മുളക് പൊടി ഇടണം. അര സ്പൂണില്ല, ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത് ഇടണം. എരി ആറണ്ടച്ചിട്ടാട്ടോ. നമുക്ക് ഒരു സ്പൂണ് അടുത്ത് 3/4 സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇടാം. കുരുമുളകിൻ്റെ പൊടി നല്ല ടേസ്റ്റാണ് അതിലേക്ക് ഇടുമ്പോൾ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് വൈകുന്നേരമൊക്കെ കൊടുക്കുമ്പോഴേ നല്ല ഇഷ്ടപ്പെടും കുട്ടികൾക്ക് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് മതി. പിന്നെ ഒരു നുള്ള് ഉപ്പ് ആവശ്യത്തിനുള്ളത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതെല്ലാതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാലുണ്ടെങ്കിൽ പാൽ ഒഴിച്ചാണ്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ പാലെല്ലാം ഒഴിക്കണത്, ഞാൻ വെള്ളം ഒഴിച്ചാണ്ടാണ് ഇപ്പം മിക്സ് ചെയ്യുന്നത്. പാലിപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ്. പാൽ ഒഴിച്ചാണ്ട് മിക്സ് ചെയ്താൽ നല്ല ഇതിനൊന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. നല്ലൊന്ന് നമുക്ക് ഈ പൊടിയും കോഴിമുട്ടയും കുരുമുളകിൻ്റെ പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാതും കൂടെ ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താണ് മിക്സ് ചെയ്താൽ മതി. വെള്ളം ഓവറാകാൻ പാടില്ല. വെള്ളം ഓവറായ പിന്നെ നമുക്ക് അതിങ്ങനെ മുക്കിയെടുക്കാൻ കഴിയില്ല. അതിൽ നല്ല നമുക്ക് ഈ വെള്ളം ഒഴിച്ചാൽ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് നല്ല എരും പുളിയും ഒക്കെ ഉണ്ടാവുമല്ലോ ഈ പൊടിയിൽ. ഇതിൽ നമ്മളിങ്ങനെ ഇതിങ്ങനെ മുക്കിയിട്ടാണ് പിന്നെ നമ്മൾ ബ്രെഡിൻ്റെ ഈ പൊടിയിൽ മുക്കിയാണ്ട് നമുക്ക് പൊരിച്ചെടുത്താൽ മതി. പണിയൊന്നുമില്ല, എത്രയും പെട്ടെന്ന് പണി തീരുട്ടാ. നമുക്ക് ചായക്ക് വെള്ളം വെച്ച് ചായ തിളക്കുമ്പോഴത്തിന് നമുക്കിവിടെ നമ്മളെ ലോലിപോപ്പ് ഇവിടെ റെഡിയാവും. നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു അതിർപ്പാവും കാണുമ്പോഴേ. അപ്പോൾ അതുപോലൊക്കെ ചെയ്ത് നോക്കാം. മോന് സ്കൂളിട്ട് വരാനായിരിക്കണം, അപ്പോൾ ഒന്ന് ചെയ്ത് കൊടുക്കാച്ചിട്ടാണ്. ഈ കട്ടി മതി കേട്ടാ. അപ്പോൾ ഇതിന് നിൽക്കണില്ല, ഇത് ഇതായതുകൊണ്ടാണ്. കട്ടിയുണ്ട്, അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് ഇത്. നമുക്ക് ഇത് ഇതിലിട്ട് മുക്കിയിട്ട് ബ്രെഡിലിട്ടാണ്ടൊന്ന് ഇതാക്കി കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പ്ലേറ്റ് വെച്ച് വെക്കാം. തോനെ നേരം വെക്കരുതിട്ടോ, അതിങ്ങനെ ഒരു ലൂസായി വരും നമ്മൾ കുറേ നേരം വെക്കുമ്പോഴേ. വേഗം ഞാൻ കുറച്ച് പകുതി പോലെ അങ്ങോട്ട് ആക്കിയിട്ട് പിന്നെ പൊരിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ളത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അല്ല ഇങ്ങനെ ഒലിക്കണതാണ്, അപ്പോൾ അത് ആകുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. കുട്ടികൾ ഇങ്ങനെ കോലുമ പിടിച്ച് തിന്നുമ്പോഴേ കുട്ടികൾക്ക് നല്ലൊരു ഇഷ്ടമാവും ഇത്. നമുക്കിത് വേറെ മസാല തേച്ച് ചെയ്യാണ്ട് ഇങ്ങനെ ഇതിനൊരു നമ്മൾ മീനൊക്കെ വരിഞ്ഞ് കൊടുക്കണ മാതിരി വരിഞ്ഞ് കൊടുത്തുകൊണ്ടോ ഇത് പൊരിച്ചെടുക്കുക. അപ്പോഴും നല്ല ടേസ്റ്റാട്ടോ. ഒരു ദിവസം അങ്ങനെ നോക്കട്ടെ, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനെ ഉണ്ടാക്കി. പിന്നെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇതിലിട്ട് നമ്മൾ ചെയ്ത മാതിരി തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചാൽ ഞാൻ പകുതി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത് ചെയ്യുമ്പോൾ ഞാൻ ഒലിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ
പകുതി ചെയ്തുകൊണ്ട് പൊരിച്ചെടുക്കണം കേട്ടോ. ഓവർ എണ്ണ ഒന്നും ആവില്ല കേട്ടോ, കുറഞ്ഞ തീയിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. കുറഞ്ഞ തീയിൽ ഉണ്ടാക്കാൻ പിന്നെ ഈ നമ്മൾ ബ്രെഡിൻ്റെ പൊടിയൊക്കെ വേഗം കരിഞ്ഞ് പോകും. നമുക്കിതൊന്ന് അപ്പുറം ഇപ്പുറം തിരിച്ചും മറിച്ചിട്ടുകൊണ്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇത് കാണുന്ന മാതിരി ഒക്കെ തന്നെ കറുപ്പില്ല കേട്ടോ. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.